മനോഹരമായ വചനം. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കാൻ വചനം പറയുക. നമ്മുടെ വിഷയങ്ങൾ എത്ര ഭാരമുള്ള വിഷയമായിക്കൊള്ളട്ടെ, ആ ഭാരം വഹിക്കാൻ ഒരാൾ ആഗ്രഹിച്ച് മുമ്പിൽ നിൽക്കുക. ഭാരം ഇങ്ങിതാ, ഞാൻ സ്വീകരിച്ചോളാം. ഈ ലോകത്തിൽ ആര് പറയും ഇങ്ങനെ? നിൻ്റെ സഹോദരങ്ങൾ പറയുമോ? സൗഹൃദ വലയങ്ങൾ പറയുമോ? നിൻ്റെ ഭാരം ഞാൻ വഹിച്ചു കൊള്ളാം, നിൻ്റെ സങ്കടം ഇങ്ങ് തന്നേക്ക്, ഞാൻ പകുതി പങ്കിടാം, അല്ലെങ്കിൽ ഞാനത് സ്വീകരിച്ചു കൊള്ളാം പറയുമോ? ഒരുപക്ഷെ ഭംഗിവാക്കിന് ആരെങ്കിലും പറഞ്ഞാൽ തന്നെ കാര്യത്തോടെടുക്കുമ്പോൾ പതുക്കെ അപ്രത്യക്ഷമാകുന്നത് കാണാൻ പറ്റും. കർത്താവ് പറയുക, നിൻ്റെ ഭാരം എന്നിലേക്ക് താ, ആ ഭാരം ഞാൻ സ്വീകരിച്ചു കൊള്ളാം. ഈ കഠിനമായ ഭാരം വെച്ചുകൊണ്ട് ജീവിതം വിരസമായി മുൻപോട്ട് നയിക്കരുതേ. ഭാരം വഹിക്കാൻ, നിന്നെ താങ്ങി നിർത്താൻ കെൽപ്പുള്ളവൻ ആഗ്രഹിച്ചു കൂടെ നിൽപ്പുണ്ട്. നിൻ്റെ ഭാരം പങ്കിടാൻ, നിൻ്റെ യാത്ര അനുഗ്രഹമാക്കാൻ, നീ കിതച്ച് താഴെ വീഴാതിരിക്കാൻ, നിൻ്റെ ജീവിതം അനുഗ്രഹമാകും. സുഗമമായ നിൻ്റെ ജീവിത യാത്രയ്ക്ക് കരുത്തു പകരാൻ പൊന്നു കർത്താവ് താങ്ങാനായി, നിന്നെ സ്നേഹിക്കാനായി, ചേർത്തു പിടിക്കാനായി കൂടെയുണ്ടെന്നുള്ളത് ജീവിതത്തിൻ്റെ കരുത്തും ധൈര്യവുമായി മക്കളെ മാറ്റണം. സങ്കീർത്തനം 55:22 വല്ലാത്തൊരു പ്രത്യാശ തരുന്ന വചനമാണ്. ഈ നിരാശപ്പെട്ട ആരെങ്കിലും ഒരുപക്ഷെ അടഞ്ഞുപോയ ജീവിതമെന്ന് തോന്നി നിൽക്കുന്നുണ്ടെങ്കിൽ, മുൻപോട്ട് പോകാൻ കരുത്തില്ലാതെ നിൽക്കുന്നൊരവസ്ഥയാണെങ്കിൽ ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. വലിയൊരു അഭിഷേകമാണ്. ഏത് പ്രായത്തിലുള്ള വ്യക്തിയായിക്കൊള്ളട്ടെ, ഏത് ജീവിത അനുഭവത്തിലാണ് നീ നിൽക്കുന്നത്, സാരമില്ല. ആ ജീവിത അനുഭവങ്ങളെ വിശുദ്ധീകരിക്കാൻ, താങ്ങി നിന്നെ ബലപ്പെടുത്താൻ കർത്താവ് കൂടെയുണ്ട്. ബലം നൽകുന്ന വചനമാണ്. നിന്റെ ഭാരങ്ങളെ എൻ്റെ കരത്തിൽ വയ്ക്കുക, ഞാൻ നിന്നെ താങ്ങാം. ആമേൻ.